പലചരക്ക് കടയിലെ പിള്ളേർ ഒരുപാട് കറിവേപ്പില കൊണ്ട് തന്നേ, ഒരു വലിയ കൂട് നിറച്ച് തന്നിട്ടിപ്പോൾ ഒരാഴ്ചയ്ക്ക് മേളിലായി. എന്നിട്ടിരിക്കുന്ന കണ്ടോ ഫ്രഷായിട്ട്, ഒരാഴ്ച മേളിലായി, 1.5 ആഴ്ചയായെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ ഇരിക്കുന്ന കണ്ടോ, ആ പ്ലാസ്റ്റിക് കൂടി തന്നെ നമ്മൾ ഫ്രീസറിലൊന്നും വെക്കല്, ഫ്രിഡ്ജിൽ പാല് വെക്കുന്ന ആ ട്രേ ഇല്ലേ, പാല് വെക്കുന്ന ഒരു മേളിലൊരു ഇതുണ്ടല്ലോ ട്രേ, അതിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് കൂടിനകത്ത് വേണമെങ്കിൽ നമുക്ക് പേപ്പറും കൂടെ പൊതിഞ്ഞ് നല്ലതായിട്ട് വെച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. എത്ര നാൾ വേണേലും ഇരിക്കുന്നത് കണ്ടോ. 1.5 ആഴ്ചയായ സാധനം കണ്ടോ, നിറച്ചും പൂവുണ്ടായിരുന്നേ. ഞാനതെല്ലാം അടത്തിക്കളഞ്ഞു, വലിയ കമ്പൊക്കെ ഒടിച്ചും കളഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ ഈ കാസ്ട്രോളിൽ അമക്കി വെച്ചിരിക്കുക. കാസ്ട്രോളല്ല, ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ. അപ്പോൾ ഇതിനി നന്നായിട്ട് അടച്ച് നല്ല നീറ്റായിട്ട് വെള്ളമയം ഒന്നും ഇല്ലാതെ ഞാൻ ആ പാല് വെക്കുന്ന ട്രേയുടെ അവിടെ വെക്കും. എത്ര നാളിരിക്കുമെന്നറിയാവോ? കഴുകി വെക്കല്ലേ, കഴുകി വെക്കുമ്പോൾ വെള്ളമയം കാണും. കഴുകാതെ വെക്കുമ്പോൾ അതുപോലെ അങ്ങ് ഇരുന്നോളും. നമ്മൾ എടുക്കുമ്പം കഴുകിയെടുത്താൽ മതി. ഞാൻ ഇന്നാളൊക്കെ കഴുകി വെക്കുമായിരുന്നു, അപ്പോൾ എനിക്ക് പിന്നെ കുറച്ചൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ടിപ്പോൾ ഞാൻ കഴുകത്തില്ല, കഴുകാതെ വെച്ചിട്ട് കഴുകി നമ്മൾ ആവശ്യത്തിനെടുക്കും. നല്ലതല്ലേ? ഇന്ന് ഉച്ചയ്ക്ക് സാമ്പാറും പപ്പടവും കിളിമീൻ വറുത്തതും. ആരൻ VBSന് പോയിരിക്കുക, പോയിട്ട് വരുമ്പം കഴിക്കണം. കഴിഞ്ഞ ദിവസമേ എന്നോട് ചോദിച്ചു മുട്ട വറുക്കുന്ന ആ പാൻ കളയാറായില്ലേ എന്ന്. ഇത് കണ്ടോ, ഇതിനകത്തൊരു വൃത്തികേടും ഇല്ല. ഈ സൈഡിൽ ഇങ്ങനെ ഇത് എന്നാണെന്നറിയാവോ, ഈ എണ്ണമയവും നമ്മളുടെ അടുപ്പിൽ വെക്കുന്ന അടുപ്പിൽ നമ്മൾ വെക്കുമ്പം ഇങ്ങനെ സൈഡിൽ കൂടെ ഇത് വരും കണ്ടോ. അല്ലാതെ ഇതിൻ്റെ അകമൊക്കെ നോക്കിയേ, ഇത് ഒരു 20 വർഷമായ സാധനം. 2005 വാങ്ങിച്ച ഞങ്ങൾ വാടകയ്ക്ക് പോയ സമയത്ത്. അതിന് ശേഷം ഒരു 2017 വാങ്ങിച്ചതാ ഇത്. അപ്പോൾ എത്ര 8 വർഷമായി ഇത് കണ്ടോ. ഇതിനകത്ത് മുട്ട പൊരിച്ചാൽ നല്ല ടേസ്റ്റുള്ളൂ. ഇത് മുട്ട പൊരിക്കുന്ന തവയാണ് കണ്ടോ, നല്ല കൂടിയ ഇതാട്ടോ. പിന്നെ നടുക്ക് ഇങ്ങനെ എന്തോ ഇട്ട് ചുറ്റിയിട്ട് അടിച്ചെങ്ങാണ്ട് നേരെയാക്കിയതാ. കെട്ടിയാൻ വരുമ്പോഴത്തേക്കിനുള്ള പരിപാടിയാണ് അതൊക്കെ. അതങ്ങനെ. അതുകൊണ്ട് ഇത് കളയത്തില്ല, ഇത് നല്ല സാധനമാണ്. നമ്മൾ അടുപ്പത്ത് വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലെ വെളുത്ത് തന്നെ ഇരിക്കും. പിന്നെ ആ കരി തേച്ച് കഴുകി കളയാനുള്ള ഒരു ആസ്തി എൻ്റെ കൈക്കില്ല, അതുകൊണ്ടാണ് കണ്ടോ. ഇത് രണ്ടാമത് വാങ്ങിച്ച്. ഇതിനകത്ത് ഞാൻ മീൻ വറക്കും, ഇതിനകത്ത് മുട്ടയും പൊരിക്കും. കാരണം എനിക്ക് ഇത് തന്നെയാണ് ഇഷ്ടം കണ്ടോ. ഇപ്പോഴത് ഓർത്തത്. അപ്പോൾ കിളിമീൻ വറുത്തതും പപ്പടവും അച്ചാറും സാമ്പാറും. ഓക്കേ.